ഒരു ബിഗിനർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ബിഗിനർ ആണെങ്കിൽ പ്രാണിക് ഹീലിംഗ് പഠിച്ചാൽ മതി. പ്രാണിക് ഹീലിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്പിരിച്വാലിറ്റി എന്നാണ് കാരണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ കുറേ പുസ്തകം വായിച്ചിട്ട് അതല്ല നമ്മളെ കാര്യം. പക്ഷെ നിങ്ങളെന്താ പറയുക, നിങ്ങളൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇച്ചിരി നല്ല പ്രാണിക് ഹീലറുള്ളത്, ഇച്ചിരി നല്ല സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശരിയാണോ തെറ്റാണോ, അത് ഗ്രൂപ്പായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം, ഒരു അർക്കാറ്റിക്കൊക്കെ ആയതിനു ശേഷം നിങ്ങൾ പിന്നെ പുസ്തകം വായിക്കുകയാണെങ്കിൽ, നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കാം ഇത് ശരിയാണോ, ഈ സംഭവം ഇപ്പം പെട്ടെന്ന് നിങ്ങൾ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അന്ധകർണ ഈ സംഭവം നമുക്കുണ്ടോ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്നാൽ നിങ്ങൾ വായിക്കുന്ന പുസ്തകം വായിക്കൽ പോലും നിങ്ങളുടെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ഇത് വളരെ വിദൂരമൊന്നുമില്ല കേട്ടോ, അതൊരു മെനക്കെട്ട 3-4 മാസം കൊണ്ട് തെറ്റാക്കാവുന്നുള്ളൂ. പക്ഷെ അതിനുള്ളൊരു മൈൻഡ് നമുക്ക് വേണം. ഇപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ത്വര നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, നമുക്ക് അവിടെ എത്താമെന്നുള്ളൂ. അല്ലാണ്ട് അത്രയും വലിയൊരു മാനുഷിക കാര്യമൊന്നുമല്ല. അപ്പോൾ അത് തുടങ്ങിയാൽ മതി. എന്തൊരു ബിഗിനർ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ എത്രയോ ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 11 കണ്ട് 5-6 കൊല്ലം കണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരിപ്പോഴും ബിഗിനേഴ്സ് തന്നെയാണ്. ഏതെങ്കിലും 1-2 പുസ്തകം വായിച്ചോ അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരും ബിഗിനർ തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ വന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ, കാരണം ആക്ഷൻ എടുക്കണം, ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് ടീച്ചിങ്ങിൽ ചേരണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത്രയും സീനിയേഴ്സിനെ എല്ലാം തന്നെ നിങ്ങളായ ബിഗിനർ തോൽപ്പിക്കുകയാണ് ഒറ്റയടിക്ക്. അപ്പോൾ സ്പിരിച്വാലിറ്റി ഈസ് എൻ എക്സ്പീരിയൻസ്. അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം.